ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദി മല്ലു ബാങ്കർ. അപ്പോൾ ഇന്ന് ഞാൻ SBI ക്ലർക്കിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് മോക്കാണ് ചെയ്യുന്നത്. അതും സെക്ഷണൽ ടെസ്റ്റ്, റീസണിങ്ങിൻ്റെ സെക്ഷണൽ ടെസ്റ്റാണ് ഇന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾക്കും അറ്റംപ്റ്റ് ചെയ്യാം. ഗൈഡിൽ പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ഈ മോക്ക് അവൈലബിൾ ആയിരിക്കും. ഞാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് മോക്കാണ്. സെക്ഷണൽ റീസണിങ്ങിൻ്റെ സെക്ഷണലിൽ ഫസ്റ്റ് സെക്ഷണലാണ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, സ്ക്രീൻ ഓൺ ആയി വരുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ഒരു പസിലാണ്. 8 persons are living on 8 different floors of 8-storied buildings such that the lowermost floor is numbered as 1 and floor immediately above it is numbered as 2. ഓക്കെ, അപ്പോൾ 8 persons ആണ്. 5 4 3 2 1. S lives on an odd numbered floor. W lives 3 floors below S. S ഒരു odd number ഫ്ലോറിലാണ്, 3 floors below എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, only 3 persons live between W and Q. W and Qന് ഇടയിൽ 3 ആൾക്കാരേ ഉള്ളൂ. W and Q. As many persons live below Q as above T. Below Q, above T. 2 above T. V lives immediately above T. Only 2 persons live between V and R. V and R 2 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, U lives above R but below P. PUR എന്ന് പറയണം. PUR ഇത് വരില്ല. PUR. ഓക്കെ, ഒരു മിനിറ്റ് കൊണ്ട് ചെയ്തു. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് U വിത്ത് റെസ്പെക്ട് ടു S? S വെച്ച് നോക്കുമ്പോൾ യുവിൻ്റെ പൊസിഷൻ 2 floors above. ഓക്കെ, then on which of the following floor does W live? W സെക്കൻഡ് ഫ്ലോറിലാണ്. ഓക്കെ, then who among the following person lives immediately above U? P. The one who lives 2 floors above Q. Okay, if U is related to S, then V is related to W in the mole. Then who among the following is related to R? T. Okay, U lives on the true ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. U lives on the 6th floor. തെറ്റാണ്. No one lives below R. ശരിയാണ്. U lives immediately above Q. ശരിയാണ്. അപ്പോൾ 2 and 3 ആണ് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ദി കൺക്ലൂഷൻ 1 ട്രൂ. ഓക്കെ, നോക്കാം. P ലെസ് ദാൻ K. T ലെസ് ദാൻ P ആണ് എന്താ ചോദിച്ചിരിക്കുന്നത്? P ലെസ് ദാൻ K എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, P ലെസ് ദാൻ K ആണോ? അതെ, അല്ല, തെറ്റാണ്. A ഗ്രേറ്റർ ദാൻ L ആണോ? അല്ല. സോ നെയ്തർ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ ഈ വരും. നെക്സ്റ്റ് വൺ, R ഗ്രേറ്റർ ദാൻ Y. R ഗ്രേറ്റർ ദാൻ T ഈക്വൽ ടു Z ഈക്വൽ ടു Y. ശരിയാണ്. C ലെസ് ദാൻ ഓർ ഈക്വൽ ടു Z ഈക്വൽ ടു T. ശരിയാണ്. ബോത്ത് 1 and 2 വരുമ്പോൾ C. ഓക്കെ, ദെൻ A ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു M. A ഗ്രേറ്റർ ദാൻ J ഈക്വൽ ടു R ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു M. കറക്റ്റാണ്. P ലെസ് ദാൻ R ലെസ് ദാൻ അല്ല, ഓൺലി 1 കൺക്ലൂഷൻ. ഓക്കെ, then O ഗ്രേറ്റർ ദാൻ S അല്ല, തെറ്റാണ്. then O ഗ്രേറ്റർ ദാൻ H അതുമല്ല. അപ്പോൾ ഇത് നെയ്തർ നോറിൻ്റെ കണ്ടീഷനാണ്. How many such pairs of digits are there in the number, each of which has as many digits between them as in the number series? Only in forward direction എന്ന് പറഞ്ഞിട്ടുണ്ട്. 7 8 9 അല്ല. 2 3 4 5 6 7 ഒന്നുണ്ട്. 6 7 8 9 അല്ല. 5 6 7 8 അല്ല. 3 3 4 രണ്ടെണ്ണം. ഓക്കെ, if it is possible to make a meaningful word with third 6th 4 5 6 7 8 9 10 11 ഇതും കൊണ്ടാണ് ഒരു വേർഡ് ഉണ്ടാക്കേണ്ടത്. സൈറ്റ് എന്ന് പറയുന്നൊരു വേർഡുണ്ട്. ദെൻ ഏതാണ്? സൈറ്റ് ഉണ്ട്, സൈറ്റ് വരും. ദെൻ ടൈസ് വരുമില്ല. ദെൻ ഇല്ല. സൈറ്റ് മാത്രമേ വരുന്നുള്ളൂ അല്ലേ? ഇഫ് ദെൻ വിച്ച് വുഡ് ബി ദ സെക്കൻഡ് ലെറ്റർ ഓഫ് ദ ന്യൂലി ഫോംഡ് വേർഡ്? സെക്കൻഡ് ലെറ്റർ I. Okay,
ദെൻ അടുത്തൊരു പസിലാണ്. 8 persons are sitting around a square table. 4 of them are sitting in the corner and facing towards center. Corner facing towards center. And middle are facing away from center. Corner facing towards center and middle facing away from center. Okay, F sits second to the right of A, who sits in the middle. എയുടെ റൈറ്റിൽ നിന്ന് സെക്കൻഡ് ആണ് എഫ്. എയുടെ റൈറ്റിൽ നിന്നും സെക്കൻഡ് ആണ് എഫ്. 2 persons ഇറ്റ്സ് ബിറ്റ്വീൻ എ ആൻഡ് ജി. രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്, എ ആൻഡ് ജി. അത് രണ്ടും ഇങ്ങനെ എഴുതി. ദെൻ 3 persons ഇറ്റ്സ് ബിറ്റ്വീൻ എച്ച് ആൻഡ് ഇ, ഹൂ സിറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ജി. ജിയുടെ ലെഫ്റ്റിൽ നിന്ന് സെക്കൻഡ് ആണ് ആര്? ഇ. അപ്പോൾ എച്ചുമായിട്ട് 3 പേഴ്സൺസ് ഉണ്ട്. ജിയുടെ എന്താണ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ആണ് ആര്? ഇ. അപ്പോൾ അവർ 3 പേരും തമ്മിൽ ആരുണ്ട്? ഇയും എച്ചും. 3 പേര്. ആസ് മെനി പേഴ്സൺസ് ഇറ്റ്സ് ബിറ്റ്വീൻ എച്ച് ആൻഡ് ഡി ആസ് ബിറ്റ്വീൻ ഡി ആൻഡ് ബി. എച്ച് ആൻഡ് ഡി ആസ് ബിറ്റ്വീൻ ഡി ആൻഡ് ബി വരത്തില്ല. എച്ച് ആൻഡ് ഡി ആസ് ബിറ്റ്വീൻ വരത്തില്ല. എച്ച് ആൻഡ് ഡി ആൻഡ് ബി. ഓക്കെ, അങ്ങനെ വരാം. സി ഡസൻറ്റ് സിറ്റ് അഡ്ജസൻറ്റ് ടു ഇ. എച്ച് ആൻഡ് ഡി അല്ല, എച്ച് ആൻഡ് ഡി ആൻഡ് ബി എന്ന് വരും. ബട്ട് ഈ അഡ്ജസൻ്റ് അല്ലല്ലോ. എച്ച് ആൻഡ് ഡി, ഓക്കെ വെയിറ്റ്, എച്ച് ആൻഡ് ഡി ആൻഡ് ബി. ഓക്കെ, ഇവിടെ തന്നെയാണ്. എച്ച് ആൻഡ് അല്ല, വെയിറ്റ്, എച്ച് ആൻഡ് ഡി ആൻഡ് ബി അതല്ല. എച്ച് ആൻഡ് ഡി ആൻഡ് ബി എന്ന് വന്നു. ബട്ട് എച്ച് ആൻഡ് ഡി രണ്ടുപേര്. ഇവിടെ ഒരു തെറ്റ് വെച്ചിട്ടുണ്ട്. ഇ ഹൂ സിറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ജി. ജിയുടെ ലെഫ്റ്റിൽ നിന്ന് സെക്കൻഡാണ് ഇ. ആസ് മെനി പേഴ്സൺസ് സിറ്റ് ബിറ്റ്വീൻ സി ഡസൻറ്റ് സിറ്റ് അഡ്ജസൻറ്റ് ടു ഇ. എച്ചിനും ഡിക്കും ഇടയിൽ 2 പേര് ഓക്കെ. എച്ചിനും ഡിക്കും ഇടയിൽ 2 പേര്, ഡിക്കും ബിക്കും ഇടയിൽ 2 പേര്, സി ഇവിടെ വന്നു. ഓക്കെ, ഇതാണ് പോസിബിലിറ്റി. കറക്റ്റ്. If all persons are made to sit in alphabetical order in clockwise direction with respect to A. എയിൽ നിന്ന് ക്ലോക്ക് direction ഇങ്ങനെ. How many persons remain unchanged? A, B, C, D, E, F, G, H. 1. B മാത്രമാണ് അൺചേഞ്ച് ആയിട്ട് നിൽക്കുന്നത്. Sit at the corner of the table. The one who sits second to the left of C അല്ല. One who sits immediate right of D അതെ. F അല്ല. Only 2. Okay. Then how many persons sits between D and H when counted from the left of H? D and H 2. Who among the following persons sits opposite to A? C. What is the position of F with respect to E? Third to the left. Okay, ഇതവിടെ നിൽക്കട്ടെ. ദെൻ ഓക്കെ, അടുത്തത് എന്താണ്? ഡെസിഗ്നേഷൻ ബേസ് ചെയ്തിട്ടുള്ളൊരു പസിലാണ്. ആരാണ് ആദ്യം? ജനറൽ, ലഫ്റ്റനൻറ്റ് ജനറൽ, കൊമോഡർ, ബ്രിഗേഡിയർ, കേണൽ, ലഫ്റ്റനൻറ്റ് കേണൽ, മേജർ, ക്യാപ്റ്റൻ. ലഫ്റ്റനൻറ്റ് കേണൽ, മേജർ, ക്യാപ്റ്റൻ. Okay. Only 2 persons are junior to P. Only 1 person is designated between P and T. As many persons junior to T? 1, 2, 3, 4. Are senior to O? 1, 2, 3, 4. Senior to O. N is not designated as major and commodore. Major അല്ല, commodore അല്ല. N. Okay. Q is 3 persons senior to N. N-ന് 3 persons senior ആണ്. N-ന് 3 persons senior ആണ് ആര്? Q. M is senior to R. M is senior to R but junior to S. SMR എന്ന് വരും. SMR. എത്ര മതി? N മേജറും അല്ല. ഓക്കെ, കറക്റ്റ്. ഹൂ among the following is brigadier? Brigadier ആണ് M. As many persons senior to Q as junior to R? If all persons are designated alphabetical order from general. ജനറലിൽ നിന്ന് M, N, O, P, Q, R, S, T. ഒരാൾ മാത്രമേ ഉള്ളൂ, T. Which of the following pair of combination? ജനറൽ P ആണ്. അല്ല. ക്യാപ്റ്റൻ O ആണ്. വെയിറ്റ്. ലഫ്റ്റനൻറ്റ് ജനറൽ കൊമോഡർ എന്നറിയാമല്ലോ അല്ലേ.
ഓക്കെ, എൻ ഇസ് നോട്ട് ഡെസിഗ്നേറ്റഡ് ആസ് മേജർ ആൻഡ് ഓക്കെ. ക്യാപ്റ്റൻ ഒ ആണോ? അല്ല. ക്യാപ്റ്റൻ ഒ അല്ല. ബ്രിഗേഡിയർ എം ആണോ? ബ്രിഗേഡിയർ എം ആണ്. ഓക്കെ. ദെൻ ഹൗ മെനി പേഴ്സൺസ് ആർ ജൂനിയർ ടു എം? 2, 4. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്തൊരു ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടുള്ളൊരു പോയിന്റ്. എസ് ഈസ് ഈസ്റ്റ് ഓഫ് കെ. കെക്ക് 5 മീറ്റർ ഈസ്റ്റ് ആണ് എസ്. കെ എന്ന് പറയുന്നത് സൗത്ത് ഓഫ് പി ആണ്. കെ എന്ന് പറയുന്നത് 4 മീറ്റർ സൗത്ത് ഓഫ് പി ആണ്. ആർ എന്ന് പറയുന്നത് സൗത്ത് ഓഫ് എസ് ആണ്. ആർ എന്ന് പറയുന്നത് 6 മീറ്റർ സൗത്ത് ഓഫ് എസ് ആണ്. എസ് എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ഓഫ് എ ആൻഡ് ആർ ആണ്. മിഡ് പോയിന്റ് ഓഫ് എ ആൻഡ് ആർ ആണ് എസ്. ഓക്കെ. എൽ എന്ന് പറയുന്നത് ഈസ്റ്റ് ഓഫ് എ ആണ്. എൽ എന്ന് പറയുന്നത് 5 മീറ്റർ ഈസ്റ്റ് ഓഫ് എ ആണ്. എൽ എന്ന് പറയുന്നത് എന്നിന് ഈസ്റ്റ് ആണ്. ഓക്കെ, എന്നിന് ഈസ്റ്റ് ആണ്. എന്നിന് 10, 4 എന്നിന് ഈസ്റ്റ് ആണ്. ഓക്കെ. വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആർ ആൻഡ് ദ പോയിന്റ് വിച്ച് ഈസ് 2 മീറ്റർ നോർത്ത് ഓഫ് പി? പിക്ക് 2 മീറ്റർ നോർത്തും ആറും തമ്മിലുള്ള ആറെന്തി? ഓക്കെ, ആറും പിക്ക് 6ഉം 2ഉം 8. 8ഉം 64, 25, 9, 89. അല്ല, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് ആർ ആൻഡ് പോയിന്റ് വിച്ച് ഈസ് 2 മീറ്റർ നോർത്ത് ഓഫ് പി. സോറി, പിക്ക് 2 മീറ്റർ നോർത്ത് എന്നാണ് പറഞ്ഞത് ഇവിടെ. ആറും പിക്ക് 2 മീറ്റർ നോർത്ത് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 6 വരെ 12, 5, 17. ഓക്കെ. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് എൻ വിത്ത് റെസ്പെക്ട് ടു കെ? കെയിൽ നിന്ന് എൻ നോർത്ത് വെസ്റ്റ്. 4 of the following are same. A, K, A, P, L, S, L, P, S, P. SP മാത്രം ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത്. ഓക്കെ. 7 persons buy different number of products. ഓക്കെ, 7 persons buy different number of products. O buys more than R. ആറിനേക്കാൾ O കൂടുതൽ ബൈ ചെയ്യുന്നു. ആൻഡ് O buys more than R and M but less than Q. N buys 4. മൊത്തം എത്ര പേരാണ്? 1, 2, 3, 4, 5, 6, 7 പേരാണ്. ഓക്കെ. ദെൻ N buys 48 products which is twice the number of products bought by O. അപ്പോൾ O 24 products ആണ് ബൈ ചെയ്യുന്നത്. N 48 products ബൈ ചെയ്യുന്നുണ്ട്. Only one person buy less product than P. Pനേക്കാളും ഒരെണ്ണം കുറവ് മേടിക്കുന്ന ഒരാളേ ഉള്ളൂ. M buys more than S. Sനേക്കാളും M ബൈ ചെയ്യുന്നുണ്ട്. But M buys more than S but less than Q. Q doesn't buy the highest. R doesn't buy the least but buys less than M. R ഇങ്ങനെ പോകും. N, Q, O, R. R doesn't buy the least but buys less than M. M, R, S ഇങ്ങനെ പോകും. ഓക്കെ. 24, 48. If the total number of products bought by O, M and P. O, M and P is 59. And the difference between the number of products bought by N and P is 33. N and P 33 ആണെങ്കിൽ 5, ഇത് 15 എന്ന് വന്നു. ദെൻ O M P. O എമ്മിൻ്റെ കണ്ടുപിടിക്കണം. 9, 39 ആണ്. 59, അപ്പോൾ 20 വരും. M. ഓക്കെ. ഹൗ മെനി പേഴ്സൺസ് bought more products than R? 2, 4. What is the possible number of products bought by Q? Q 24ന് മുകളിലും 30ക്ക് 14ന് താഴെയും A or C ആയിരിക്കും. ഓക്കെ, അത്രയും ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി 6 മിനിറ്റ്സ് ലെഫ്റ്റ് ഉണ്ട്. ഓക്കെ, നോക്കാം. If all letters of each words are arranged in reverse alphabetical order within the word from left end. Reverse alphabetical order. Reverse alphabetical order എന്ന് പറയുമ്പോൾ reverse C A P Q R S T U P C. പിന്നെന്താണ് UPC? UPC എന്ന് പറയുന്നൊരു വേർഡ് ഇല്ലല്ലോ. ദെൻ POTTOP അല്ലേ? TPO അല്ലേ? ഫോളോ അറേഞ്ച് റിവേഴ്സ് ആൽഫബറ്റിക്കൽ ഓർഡർ. റിവേഴ്സ് ആൽഫബറ്റിക്കൽ ഓർഡർ എന്ന് പറയുമ്പോൾ ഏറ്റവും ഫസ്റ്റ് വേർഡ് ഇപ്പുറത്ത് വരണം. TPO MNOP അല്ലേ? അതെ, തെറ്റാണ്. ദെൻ ഏതാണ്?
ABCDFG HIJK L FG E ഇല്ല. ദെൻ UMG ഇല്ല. ദെൻ DB അല്ല DEB ഡെബ് ഇല്ല. If the letters of each words are changed to the second succeeding letter, second preceding succeeding as per the English alphabetical other in the second letter of third from the right end, if all letters of each words are between the second letter of third word from right end, second letter of third word, third right end il ninna third word leg and third letter of first word from left end, third letter of first word cup, change to second succeeding, L എന്ന് പറയുമ്പോൾ MN EFG GHI ഇങ്ങനെ CDE UVW PQR എന്താണ് പറയുന്നത്? how many letters are there between second letter of third word from right end, second letter of third wordൻ്റെ second letterum and third letter of first wordൻ്റെ third letterum അല്ല സോറി R. G R തമ്മിൽ എത്ര വേർഡ്സ് ഉണ്ട്? GHIJK LMNOPQ R 10, HIJKL MNOPQ 10 words. If all consonants of each words are changed to immediate previous letter, how many words this formed have more than one vowel? Consonants of each words immediate previous ആക്കുക. അപ്പോൾ B വരും, more than one vowel. ഓക്കെ, MNOP അപ്പോൾ 1, O വന്നപ്പോൾ തന്നെ 2ആയി. ദെൻ KLI ABCD EF FG അല്ല 2, LM EFFG അല്ല, പിന്നെന്താ AI 3. If the first and third letter of each words are interchanged and how many words is formed are meaningful? അല്ല ടോപ്പ് ജെല്ല് ഗമ്മ 3 words. Okay, how many such numbers are there in the sequence which is either immediately preceded or immediately followed by a letter? Immediately preceded or immediately number സിമ്പലോ അല്ലെങ്കിൽ preceded by a symbol followed by a letter, രണ്ടും കൂടെ ഒരുമിച്ച് വരാൻ പറ്റത്തില്ല. സിമ്പൽ നമ്പർ അല്ലെങ്കിൽ നമ്പർ ലെറ്റർ. സിമ്പൽ നമ്പറില്ല, നമ്പർ ലെറ്റർ ആണോ ഒന്ന്. സിമ്പൽ നമ്പർ ലെറ്ററും കൂടെ വന്നാൽ പറ്റത്തില്ല. സിമ്പൽ നമ്പർ ഇല്ല, സിമ്പൽ നമ്പർ ലെറ്റർ ഇല്ല. ഓക്കെ, സിമ്പൽ നമ്പർ ലെറ്റർ വന്നു. ഓക്കെ, ദെൻ സിമ്പൽ നമ്പർ അല്ല, നമ്പർ ലെറ്റർ അല്ല, സിമ്പൽ നമ്പർ ലെറ്റർ വന്നു, അത് പറ്റത്തില്ല. സിമ്പൽ നമ്പർ അല്ല, നമ്പർ ലെറ്റർ 3. Okay, if the last 15 elements are written in reverse alphabet order, then which of the following is exactly between 3 and last 15 sequence? 2, 4, 6, 8, 10, 12, 14, 15 ഇത് ഇത്രയും written in reverse order. റിവേഴ്സ് ഓർഡറിൽ ഇത്രയും എഴുതുവാണെങ്കിൽ എക്സാക്ട്ലി ബിറ്റ്വീൻ 3 and എന്ത് 3 and okay, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 sorry നിൽക്കട്ടെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. 4 of the following are in certain way. D 9 J നോക്കട്ടെ, 1 2 3 4 5 then 1 2 5 1 2. ഓക്കെ, A എടുത്തത് എന്ത് A 1 2 3 4 5 പിന്നെ 1 2 കറക്റ്റാണ്. അടുത്തത് അറ്റ് 1 2 3 4 5 കഴിഞ്ഞ് D വരണം, അത് വന്നിട്ടില്ല. ഓക്കെ, how many such symbols are there in the sequence which is immediately preceded by a letter immediately sequence each of which is immediately symbol preceded by a letter and followed by number? Letter symbol number, letter symbol number, letter symbol number, letter symbol letter അല്ല, letter symbol അല്ല 2. Okay,
ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാണ്ട് 42 സെക്കൻഡ്സ്. 3ഉം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 15 ആകുമ്പോൾ 7 വെച്ചിട്ട് നോക്കാം. 2 3 4 അല്ല 2 4 5 6 7 ഓക്കെ 23 സെക്കൻഡ്സ് ആയി. ഫുൾ കംപ്ലീറ്റ് ചെയ്ത് നോക്കാം നമ്മുടെ സ്കോർസ് എത്ര ആണെന്ന്. സോ ഇതിപ്പോൾ ഞാൻ മെയിൻസ് കഴിഞ്ഞ് കുറേ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു മൂക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആക്യുറസി എന്നല്ല, ആ ഒരു സ്പീഡിൻ്റെ കാര്യത്തിലൊരു കൺസേൺ ഉണ്ടായിരുന്നു. ബട്ട് കുഴപ്പമില്ലായിരുന്നു. ഒരു ഈസി ലെവൽ പസിൽ ആയതുകൊണ്ടായിരിക്കാം, കുഴപ്പമില്ലായിരുന്നു. നോക്കാം എവിടെയെങ്കിലും അല്ലാണ്ട് തെറ്റിച്ചിട്ടുണ്ടോ എന്ന്. ഓക്കെ, റിസൾട്ട്സ് നോക്കുമ്പോൾ സോ തെറ്റൊന്നും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, 2 ഇൻകറക്റ്റ് വന്നിട്ടുണ്ട്. 94 ആക്യുറസി ഉണ്ട്. അനാലിസിസ് എടുത്താൽ വി ക്യാൻ ചെക്ക്. ഓക്കെ, 2 എണ്ണം വന്നിട്ടുണ്ട്. അത് ഏതാണെന്നും കൂടി നോക്കണം. വെയിറ്റ് ഓക്കെ, ആക്യുറസി, അറ്റംപ്റ്റ്, സ്കോർ, റാങ്ക്, വെയിറ്റ് വരുന്നില്ല. ഓക്കെ, 98% ഉണ്ട്. 94 ആക്യുറസി, 1367 ആണ് റാങ്ക്. ഏതാണ് തെറ്റിയെന്നും കൂടി നോക്കാം. സോ ഇപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത രീതി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. എന്താണ്, അതായത് ഇപ്പോൾ ഒരു പസിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നതെന്നുള്ള രീതി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെങ്കിൽ ഇംഗ്ലീഷ് ആൻഡ് ക്വാൻസിന് വേണ്ടിയിട്ടും ഇതുപോലെ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യാം. സോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ let's check that also. Time. Okay, നെറ്റ് സ്ലോ ആണ്, അതാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ സൈറ്റും ടൈസ്. ഓക്കെ, ടൈസ് എന്ന് പറയുന്നൊരു വേർഡ് ഉണ്ടായിരുന്നു. ഓക്കെ, എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഇവിടെ എന്താണ്, 13 മീറ്റർ ഉള്ളായിരുന്നു. പി മുകളിൽ ചെല്ലുവാണെങ്കിൽ 6 ആയി. 6 6 12 12 + 5 15. വെയിറ്റ് 13 6 ആൻഡ് ഓക്കെ 6ഉം ഇങ്ങനെ ക്രോസ് ചെക്ക് ചെയ്തു, ഇല്ലല്ലോ. 6ഉം പി ഇങ്ങനെ വന്നാൽ 5ഉം 12 144ഉം 25. ഓക്കെ, പൈതഗോറസ് തിയറം ആണ്. സോറി. So that's it, and thank you for watching. Bye bye.